പക്ഷേ സാധാരണ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെയൊക്കെയാണ് അഴിമതി ആരോപണങ്ങൾ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കാണുന്നൊരു കാര്യം സി പി എമ്മിൻ്റെ ഒരു കാലത്തുമില്ലാതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളാണ്. സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മകൻ മറ്റൊരു ആളുടെ കയ്യിൽ നിന്നും ചില ഫണ്ടുകൾ മേടിച്ചു എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മാഷ് എല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മാഷ് എന്താണ് തോന്നുന്നത്? കാരണം സി പി എം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടു തുടങ്ങിയത് ഏതാണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെയൊക്കെ കാലത്താണ്. അതിനു മുമ്പ് ചടയം ഗോവിന്ദനൊക്കെ ആയിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളില്ലായിരുന്നു എന്ന് മാത്രമല്ല അവർ പുതിയ എനിക്ക് തോന്നുന്നതേ സി പി എം പുതിയ കാലത്തേക്ക് കടക്കുകയാണ്. കടന്നു കഴിഞ്ഞു, കടക്കുകയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതിൽ കഥയില്ല. ആ പുതിയ കാലത്തേക്ക് കടന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ, കോടിയേരി ബാലകൃഷ്ണൻ്റെ 2 മക്കൾ, ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ മകൻ, ഇനി ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ ഇവരൊക്കെ അവരുടെ രാഷ്ട്രീയ പിതാക്കളെ, രാഷ്ട്രീയക്കാരായ അച്ഛന്മാരെ കച്ചവടം ചെയ്യുന്ന മക്കളായി മാറിക്കഴിഞ്ഞിരിക്കും. അതാണ് പൊതുവെ സംഭവിച്ചൊരു പ്രശ്നം. അതാണ് ശരിക്കും. അച്ഛൻ അധികാരമുണ്ട്, പാർട്ടി സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ള തലത്തിൽ ഇരിക്കുന്ന അച്ഛന്മാരെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചീത്തപ്പേരുണ്ടാകും. ഇപ്പം ഇതിൽ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നൊരു കഥാപാത്രം, അദ്ദേഹം കഴിഞ്ഞ തവണ മധുരയുടെ പാർട്ടി സമ്മേളനത്തിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടി വരികയും പിന്നീട് അശോക് ധാവളയൊക്കെ ഇടപെട്ട് PB തന്നെ ചർച്ച ചെയ്ത്, വളരെ അസാധാരണമായിട്ടുള്ള നടപടിയാണല്ലോ, പൊളിറ്റ് ബ്യൂറോ തന്നെ ഒരു സമ്മേളന പ്രതിനിധിയെ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുകയും ഏറ്റവും ഒടുവിൽ അയാളെ തിരിച്ചയക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഇത് അത് തന്നെ ഒരു അസാധാരണമായ നടപടിയായിരുന്നു. പക്ഷേ അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മധുരൈ സമ്മേളനത്തിലല്ല ഇദ്ദേഹം പരാതി കൊടുക്കുന്നത്. ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് 2022, അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ആ പരാതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ നടപടി എടുത്തില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ ഉണ്ടായിട്ടുള്ള ഒരു കേസുകൾ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരാളുകൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നു, ശുപാർശകൾക്ക് വേണ്ടി ഇടപെട്ടു എന്ന് പറയുന്നു, ഇത്തരം കാര്യങ്ങൾ പോലെയല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെയൊക്കെ സംബന്ധിച്ച് ഒരു മയക്കുമരുന്ന് കേസിൽ ഫണ്ട് ചെയ്തു എന്ന് പറയുന്ന ആരോപണമാണ് വന്നത്. ഇവിടെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് ചില സൗകര്യമൊരുക്കുന്ന ആളുകളുണ്ടെന്നും അവരുടെയൊക്കെ പണം സൂക്ഷിക്കുന്ന ആളുകളുണ്ടെന്നും ആ ഫണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഫണ്ട് ഒരു ചെന്നൈയിലുള്ള ഒരു ഏജൻസി വഴി ഇങ്ങോട്ട് വന്നുവെന്നും അത് യഥാർത്ഥത്തിൽ പുറത്തു നിന്ന് ഒരു കള്ളപ്പണം ഇവിടെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് സംഭാവനയായി കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടി യഥാർത്ഥത്തിൽ VD സതീശനെ കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇതിപ്പോൾ ലെഫ്റ്റ് അല്ല, ഇത് യഥാർത്ഥത്തിൽ റൈറ്റ് വിങ് പോലുമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ. പക്ഷേ കാരണം ഒന്ന്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം അധികാരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള അവതാരങ്ങളെയൊക്കെ മാറ്റി നിർത്തണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജേഷ് പിള്ള മുതൽ ഈ പറയുന്ന സ്വപ്നയുടെ കേസ് ഒഴിവാക്കാൻ വേണ്ടി പോയ വിജേഷ് പിള്ള മുതൽ ഇത്തരത്തിൽ ഈ രാജേഷ് കൃഷ്ണ വരെയുള്ള ആളുകൾ CPMൻ്റെ ഉന്നതരായ നേതാക്കളായിട്ടെല്ലാം ബന്ധമുണ്ടാകുന്നു. അങ്ങനെ ബന്ധമില്ലാതെ അശോക് ധാവളയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രതിനിധിയാകാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ചെറിയ ഇഷ്യൂ അല്ല ഇത്. കാരണം പാർട്ടിയുടെ സാധാരണ ഒരു ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരോ ജില്ലാ കമ്മിറ്റിയോ ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട സംസ്ഥാന സെക്രട്ടറി തന്നെ അതിലേക്ക് വന്ന് വീണിരിക്കുന്നുവെന്നും ഈ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളോട് പറഞ്ഞത് പാർട്ടിയിലെ പുഴുക്കുത്തൊക്കെ ഒഴിവാക്കുമെന്നും അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. പക്ഷേ ഏത് ഘട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്? ഇനി ജീർണിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെന്നാണോ, അതോ ഏതാണ്ട് പരിപൂർണമായിട്ടും തന്നെ ഇത് ജീർണിച്ചു കഴിഞ്ഞു എന്നാണ്? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് കുരുക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഈ അച്ഛന്മാരുടെ മക്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഒരിക്കലും പാർട്ടിയെ എന്ത് കാര്യം ഇവർക്ക് പാർട്ടി പ്രവർത്തനമായിട്ട് അച്ഛന്മാർ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അർപ്പിത മനസ്സുമായിട്ട് അവർ നടക്കുന്നു. അവരവരുടെ പ്രവർത്തനം നടത്തും. ഇവർക്കെന്ത് കാര്യമില്ല തടപെടാൻ. മക്കളെന്തിനാ എൻ്റെ തടപെടുന്നത്? പാർട്ടിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു വലിയ തീരുമാനമെടുക്കേണ്ട ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. മക്കളെ അടുപ്പിക്കരുത് എന്നുള്ളത്. മക്കൾ ഇത്തരം കാര്യങ്ങൾ, കാരണം ഇവിടെ ഉള്ള വിഷയം അധികാരം മാത്രമാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മാത്രമാണ് ഈ സംഭാവനകളും പണവും അതുപോലെ റിവേഴ്സ്
ഹവാല എന്നൊക്കെ പറയുന്ന തരത്തിൽ കള്ളപ്പണത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം എന്നല്ല, അധികാരമില്ലെങ്കിൽ ഏത് പട്ടി വരാൻ വരും. പഴയ പാർട്ടി എന്ന് പറയുന്നത് അധികാരമില്ലാത്ത പാർട്ടിയായിരുന്നു. ആ പാർട്ടി സ്വാഭാവികമായിട്ടും അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന പാർട്ടി. അങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന പാർട്ടിക്ക് പിന്നീട് അധികാരം വന്നു ചേരുകയും പാർട്ടി അധികാരത്തിൻ്റെ ഒരു അതീശ തലത്തിലേക്ക് ഉയരുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അകന്നു പോവുകയാണ് ചെയ്തത്. പാർട്ടിയും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അറ്റു. അവിടെയൊക്കെ മിക്കവാറും ഇടനിലക്കാർ, കച്ചവടക്കാർ അവരൊക്കെ കയറുന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ എന്താണ് രണ്ട് കക്ഷികളുണ്ടല്ലോ, പരാതി കൊടുത്ത ആളും പരാതിക്ക് അല്ലേ ഷർഷാദ്, ആ രണ്ടുപേരും കച്ചവടക്കാരല്ലേ, രാജേഷ് കൃഷ്ണ ആയാലും അതേപോലെ തന്നെ നമ്മുടെ മാഹിക്കാരനും, അതെ രണ്ടുപേരും കച്ചവടക്കാരാണ്. ഒരാൾ കണ്ണൂക്കാരനും മറ്റൊരു മാഹിക്കാരൻ, രണ്ടും അടുത്തടുത്ത കക്ഷികൾ തന്നെയാണ്. ഇവർ കച്ചവടക്കാരാണ്. ഈ കച്ചവടത്തിൻ്റെ ഇടപെടലാണ് അവർ രാഷ്ട്രീയത്തിൽ നടത്തുകയും അതിന് ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയെയും അതേപോലെ തന്നെ മറ്റ് മന്ത്രിമാരെയും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ച ആളുകളാണ്. അല്ല, ഇവർ രണ്ടുപേരും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ട്. പല സഹായങ്ങളൊക്കെ ഈ രാജേഷ് കൃഷ്ണ ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നൊരു മുഹൂർത്തം പറയുന്നുണ്ട്. അത് തന്നെ വളരെ രസകരമാണ്. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്നും ഈ ശ്യാംജിത്ത് എന്ന് പറയുന്ന MP ഗോവിന്ദൻ മാഷ്ടർ മകൻ ആ ഒരു പണം മേടിച്ചു എന്നും അതൊരു വലിയ തുകയായിരുന്നു എന്നും ആ വലിയ തുക മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു മധ്യസ്ഥ ചർച്ച നടന്നപ്പോൾ ഷർഷാദ് ഈ പണം മേടിച്ചയാളുടെ ഭാഗത്തു നിന്ന് ഷർഷാദും യഥാർത്ഥത്തിൽ പണം മേടിച്ച് തിരിച്ചു കൊടുക്കാതിരുന്ന ശ്യാംജിത്തിൻ്റെ ഭാഗത്തു നിന്ന് രാജേഷ് കൃഷ്ണയും കൂടി വരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് പാർട്ടിയിലുള്ള ആളുകൾ ഇപ്പോൾ ഇടപെടുന്നത് ഈ വലിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എന്നുള്ളതാണ്. ഈയിടെ മരിച്ചുപോയ നമുക്കെല്ലാം അറിയാം, VS അച്യുതാനന്ദൻ പാർട്ടി പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഒരു മാസത്തേക്ക് 5 രൂപ കൊടുക്കുമായിരുന്നു. ആ 5 രൂപ വെച്ചത്തേക്കും ഷർട്ട് പോലും മേടിക്കാനില്ലാത്തതുകൊണ്ട് ഒരു ഷർട്ടും മുണ്ടും കൂടി അലക്കാൻ വേണ്ടി വരുമ്പോൾ കുളത്തിലിറങ്ങി കിടക്കുകയും അതിനുശേഷം പഴയ കഥ ആ കഥ വിശ്വസിച്ച് ഈ പാർട്ടിയിലേക്ക് വന്ന ഭൂപരിഷ്കരണം മുതൽ നിരവധി കാര്യങ്ങളിലേക്ക് വന്ന ആളുകൾ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത്? ഇതൊരു ഇസമല്ലെന്നും പകരം ഇത് ഈ പറയുന്ന പോലെ വയറ്റിപ്പഴപ്പ് മാത്രമാണെന്നും പിന്നെ വയറ്റിപ്പഴപ്പിൻ്റെയും കാലം കഴിഞ്ഞ് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിവാളികളും കോടികളും വിദേശത്ത് നിക്ഷേപിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇനി ഈ പാർട്ടി എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളൂ. അല്ല, പാർട്ടി നിലനിൽക്കും. ഇപ്പം നേരത്തെ വിജയൻ മാഷ് പറഞ്ഞ് പാർട്ടി ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല. പക്ഷെ ഇപ്പം പ്രശ്നം അതല്ല, ജനങ്ങളുണ്ടാവും, വേറെ സൈസ് ജനങ്ങളായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ തരത്തിലുള്ള ആളുകൾ അത് ഇപ്പോൾ രാധാകൃഷ്ണൻ പോലെ എന്താണ് മറ്റ് അതുപോലത്തെ ഒരുപാട് ആളുകൾ അവരിതിൻ്റെ ഏജൻസി പണി ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ്. അല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പലപ്പോഴും ഈ പാർട്ടി ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ പാർട്ടി ഓഫീസുകളിലൊക്കെ കടന്നു വരുന്ന മുഴുവൻ ആളുകളും ഇത്തരം ഏജൻസും അതേപോലെ തന്നെ ഈ ഭൂമാഫിയകൾ, റിയൽ എസ്റ്റേറ്റുകാർ, മദ്യക്കച്ചവടക്കാർ, അങ്ങനെയുള്ള സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ബിസിനസ്സുകാരുടെ ഒരു കേന്ദ്രമായിട്ട് പാർട്ടി ഓഫീസുകളൊക്കെ മാറിത്തീരാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ നടപടി ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് പിണറായി വിജയൻ പറഞ്ഞ അവതാരങ്ങൾ എന്ന് പറയുന്നതിനെതിരെ അതിശക്തമായിട്ട് അദ്ദേഹം ആഞ്ഞടിച്ചിട്ടാണ് ഭരണത്തിൽ കയറുന്നത്. പിന്നീട് അവതാരങ്ങൾ അദ്ദേഹത്തെ വിഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു. തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് പാർട്ടി നിയമ നടപടികൾക്കനുസരിച്ച് ജീവിച്ച ഇത്തരത്തിലുള്ള ചീത്തപ്പേരെങ്ങനെ ഉണ്ടാവണം? അല്ല, ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ കാരണന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ശരിപ്പെടുത്തി കളയായിരുന്നു, കെട്ടിത്തൂക്കിയിട്ട് തല്ലിക്കൊല്ലും. മനസ്സിലായി? എന്തെങ്കിലും ചെറിയ വീഴ്ച നമ്മൾ വരുത്തിക്കാൻ ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ ഈ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് കരുതും. ആദ്യം കാലഘട്ടമൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. പക്ഷേ അല്ല, ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഏത് കാലഘട്ടത്തിലും മനുഷ്യനൊരു മൂല്യവ്യവസ്ഥയില്ലേ? അതെ, ഇവരേതെങ്കിലും ചെയ്തോട്ടെ. അതിന് പാർട്ടിയെ ഇവർ കരിയാക്കണം, തന്നെ അച്ഛനെന്തിനെ കരിയാക്കണം? അച്ഛനെ വിറ്റ് തിന്നുന്ന മകൻ നല്ലതാണെന്നോ ഉണ്ടാ ഏത് സംവിധാനത്തിലും. ഭാഷ പറഞ്ഞാൽ ഇപ്പോൾ ചടയൻ ഗോവിന്ദൻ, ഞാൻ കണ്ണൂർ നിൽക്കുമ്പോൾ ഒരാൾ പറയായിരുന്നു, ചടയൻ ഗോവിന്ദൻ ഒരു പാർട്ടി പരിപാടിക്ക് വേണ്ടി വരുന്നു. അപ്പോൾ ചടയൻ ഗോവിന്ദൻ്റെ ബന്ധുക്കളോ മക്കളോ ആരോണ്ടോ പാർട്ടി പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹവും ആ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ വീട്ടിലേക്ക് കയറിക്കോട്ടെ എന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല ഇത് പാർട്ടിക്കാരാണ്, അതുകൊണ്ട് എനിക്ക് പോലും പാർട്ടി സ്ഥാനം ഒഴിഞ്ഞാൽ ഇത് ഒഴിയേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ ഈ കാരണത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെയൊക്കെ കൃഷ്ണനെയൊക്കെ വിളിച്ചുകൊണ്ട്
പാർട്ടിയുടെ ഒരു സീറ്റുകൾ മേടിക്കാൻ, അതായത് മകൾക്കും മകനും ഒക്കെ വേണ്ടി സീറ്റ് മേടിക്കാനുള്ള പണം ചോദിക്കുകയും അല്ലെങ്കിൽ അവരുടെ ബന്ധുത്വം ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ വീണ വിജയനെ പോലെയുള്ള ആളുകൾ RP ഗ്രൂപ്പിൻ്റെയൊക്കെ ടെക്നോളജി കമ്പനിയുടെ ഹെഡായി വരുന്നു. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായി ഉടനെ തന്നെ ഈ പറയുന്ന ബിനീഷ് കോടിയേരി വരുന്നു. ഇത്തരം കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അല്ല, അത് ഇപ്പോഴത്തെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വിമർശിക്കുക പോലുമില്ല. അതെ, കാരണം ഇതാണ് പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ നോർമലായി. അതെ, അങ്ങനെ വരാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പാർട്ടിക്ക് സംഭവിക്കുന്ന മൂല്യച്യുതി, ജീർണത അതികഠിനമാണ് എന്നും അത് പാർട്ടിയെ തന്നെ തിന്നു തീർക്കുന്നു എന്നും വ്യക്തമാക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ കത്ത് വിവാദങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ കത്ത് ഇങ്ങനെ കത്ത് ഇവരൊക്കെ ഇവിടെയുള്ള പ്രശ്നം ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്താണ്? PBക്ക് കിട്ടിയ കത്ത് എങ്ങനെ ചോർന്നു? അതാണുള്ള പ്രശ്നം. ചോർത്തി അവർ തന്നെ ചോർത്തി കൊടുക്കണേ. ഇത് ഇപ്പോൾ മാത്രമല്ല, ഇതിക്ക് മുമ്പ് ഈ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുടെ ഫലമായിട്ട് പാർട്ടിക്കകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും? അവർ തന്നെ പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് പറഞ്ഞു കൊടുത്ത് ഇന്നവനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ എന്ത് ചെയ്യും? ബലിയാടാക്കി പുറത്താക്കും. അത്തരത്തിൽ വൃത്തികെട്ട ഒരു മനുഷ്യനെയും അംഗീകരിക്കാൻ പറ്റാത്ത കൗശലങ്ങളും സൂത്രങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നല്ല മനുഷ്യർ ഇപ്പോഴും ഈ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള സംഘങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുരിതം. അതാണ് പ്രശ്നം. അതായത് ഇതിനകത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് നല്ല മനുഷ്യരെ അറിയാം. പക്ഷേ അവരെയൊക്കെ അടിച്ച് പുറത്താക്കി ഈ കള്ളസംഘങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ കയറിയിരിക്കുകയും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കത്ത് ചോർത്തലും തർക്കവും ഒക്കെ. ഇവന്മാർ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ പാർട്ടിയുടെ പ്രശ്നമായിട്ട് മാറ്റി പാർട്ടിയിൽ പരാതി കൊടുക്കുകയും പാർട്ടിയെ കൊണ്ട് വിചാരണ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇവർ കോടതിയിൽ പോട്ടെ. ഇവർ കോടതിയിൽ പോകാത്ത കോടതിയിൽ പോയി കഴിഞ്ഞവനെയൊക്കെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ ജയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? പാർട്ടി കോടതിയെ അന്വേഷിച്ചാണ്. നോക്കാം നമുക്ക് PBI കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്.